ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. സ്കൂൾ തുറന്നല്ലേ? കൂട്ടുകാർ സ്കൂളിലേക്ക് പോകാൻ റെഡിയായോ? പുത്തനുടുപ്പും പുത്തൻ കുടകളും പുത്തൻ ചെരുപ്പും പുതിയ ബാഗും പുതിയ പാഠപുസ്തകങ്ങളും ഒക്കെയായി സ്കൂളിലേക്ക്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കടക്കാം. കൂട്ടുകാരുടെ മലയാളം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പാഠത്തിൻ്റെ പേരെന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? പുത്തൻ പാഠപുസ്തകം തുറന്നോളൂ. നോക്കിയേ കൂട്ടുകാരെ, ആകാശത്തിലൂടെ പറന്ന് നടക്കുന്ന പറവകളെ കണ്ടോ അല്ലേ? അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താ? ഉറക്കെ പറഞ്ഞോളൂ. പറവ പാറി. ഒന്നുകൂടെ, പറവ പാറി. മനോഹരമായ കവിതകളും പിന്നെ കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെയുണ്ട് കേട്ടോ കൂട്ടുകാരെ. നമുക്ക് പാഠഭാഗം പഠിക്കാം. അതിനു മുന്നേ പാഠഭാഗത്തിൽ ഒത്തിരി പക്ഷികളുണ്ട്. പാഠപുസ്തകം തുറക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ലേ കൂട്ടുകാരെ? കാണാനാകുന്നുണ്ടല്ലേ? അപ്പോൾ ആ പക്ഷികളുടെ പേരുകളൊന്ന് നമുക്ക് പറഞ്ഞാലോ? ഇതേതാണ് പക്ഷി കൂട്ടുകാരെ? 2 പക്ഷികളാണ് കാണുന്നതല്ലേ? ഒന്നാമത് തത്തയാണ്, രണ്ടാമത്തേതോ മയിലാണല്ലേ? അപ്പോൾ നമ്മൾ 2 പക്ഷികളുടെ പേര് പറഞ്ഞു, തത്ത, മയിൽ. ഇനി ഇതേതാ പക്ഷി? അതെ, കാക്കയാണല്ലേ കൂട്ടുകാരെ? ഇനി ഇതേതാ പക്ഷി? ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന മഞ്ഞക്കിളികളാണല്ലോ. ഇതേത് പക്ഷിയാണ് കൂട്ടുകാരെ? വെളുത്ത നിറത്തിലുള്ളത് പ്രാവാണല്ലേ? അപ്പോൾ നീല നിറത്തിൽ കാണുന്നതോ പൊന്മാനാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി പക്ഷികളുടെ പേരുകൾ പറഞ്ഞു അല്ലേ? ഒന്നുകൂടെ പറഞ്ഞോളൂ. മയിൽ, തത്ത, പ്രാവ്, പൊന്മാൻ, കാക്ക, പിന്നെ മഞ്ഞക്കിളി. അപ്പോൾ നമ്മൾ കുറച്ച് പക്ഷികളുടെ പേരുകൾ പഠിച്ചു. നമുക്കത് എഴുതി നോക്കാം. എഴുതിക്കോളൂ. തത്ത, മയിൽ, പ്രാവ്, പൊന്മാൻ, മഞ്ഞക്കിളി, കാക്ക. ഇനിയും ഒത്തിരി പക്ഷികൾ നമുക്ക് ചുറ്റുമുണ്ടല്ലേ കൂട്ടുകാരെ? അതെ. അപ്പോൾ അവയുടെ പേരുകളൊക്കെ കൂട്ടുകാർ കണ്ടെത്തി എഴുതുമല്ലോ. എഴുതാൻ ശ്രമിക്കണേ. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. പറവ പാറി. കൂട്ടുകാരെ, ആദ്യം നമുക്ക് കവിത വായിച്ചു നോക്കാം. അതിനുശേഷം ഈണത്തിൽ പാടാം. അപ്പോൾ കൂട്ടുകാരും കൂടെ പാടണേ. ആദ്യം വായിക്കാം. പടപട പടപട പറവകൾ പാറി, തന 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 തനു തിന താന. ഒന്നുകൂടെ വായിക്കാം. പടപട പടപട പറവകൾ പാറി, തന 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 തനു തിന താന. അടുത്ത് നോക്കി. കലപില കലപില പറവകൾ പാടി, തന 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 തനു തിന താന. ഒന്നുകൂടെ പറഞ്ഞേ. കലപില കലപില പറവകൾ പാടി, തന 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 തനു തിന താന. അപ്പം നമ്മൾ വാക്കുകൾ ചേർത്ത് വായിച്ചു നോക്കിയല്ലേ? അതെ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി നമുക്ക് പാടി നോക്കാം. പാടാം. പടപട പടപട പറവകൾ പാറി, തന 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 തനു തിന താന. പടപട പടപട പറവകൾ പാറി, തന 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 തനു തിന താന. കലപില കലപില പറവകൾ പാടി, തന 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 തനു തിന താന. കലപില കലപില പറവകൾ പാടി, തന 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 തനു തിന താന. കൂട്ടുകാരെ, കവിത ഇഷ്ടമായോ? കൂട്ടുകാരും ഒപ്പം പാടി നോക്കിയേ. ഒന്നുകൂടെ പാടാം. പടപട പടപട പറവകൾ പാറി, തന 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 തനു തിന താന. കലപില കലപില പറവകൾ പാടി, തന 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 തനു തിന താന. പടപട പടപട പറവകൾ പാറി, തന 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 തനു തിന താന. കലപില കലപില പറവകൾ പാടി, തന 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 തനു തിന താന. തന 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 തനു തിന താന. തന 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 തനു തിന താന.
കൂട്ടുകാരെ, കുറേ വാക്കുകൾ പഠിച്ചു അല്ലേ? ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചത്? പറവകൾ, പാറി, പട, തന, കലപില, തനു. ഇത്രയും വാക്കുകൾ കൂട്ടുകാർ എഴുതി പഠിക്കണം കേട്ടോ. അടുത്തു നോക്കിയേ കൂട്ടുകാരെ, പറവകൾ, തൂവലുകൾ. നോക്കിയേ കൂട്ടുകാരെന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരു കുട്ടി എന്താ ചെയ്യുന്നത് കൂട്ടുകാരെ? അതെ, പക്ഷികൾക്ക് കുടിക്കാനായി ചിരട്ടയിൽ വെള്ളം മരച്ചില്ലയിൽ തൂക്കിയിടുകയാണ്. പിന്നെയോ ഒരു കുട്ടി ക്യാമറയിലൂടെ പക്ഷികളെ നിരീക്ഷിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ തൂവലുകൾ പറക്കിയെടുക്കുകയാണ്. കണ്ടോ? നോക്കിയേ, പറവകൾ പാറി, പറവകൾ പാടി, തനുത്തിന് തനുത്തിന് തൂവലുതാ. കൂട്ടുകാരെ, പക്ഷികളാണെങ്കിൽ അവയ്ക്ക് തൂവലുകൾ ധാരാളം ഉണ്ടാകുമല്ലേ? നമുക്കും കൊതിയല്ലേ തൂവലുകൾ എടുത്ത് ശേഖരിക്കാൻ? അപ്പോൾ അടുത്തത് തൂവൽ ശേഖരണമായാലോ? കൂട്ടുകാർക്കറിയാമോ, പക്ഷികളുടെ തൂവലുകളാണ് അവയ്ക്ക് ഏറെ ഭംഗി നൽകുന്നതല്ലേ കൂട്ടുകാരെ? അതെ. അപ്പോൾ ഓരോ പക്ഷികളെ കാണുമ്പോഴും നമുക്കവയെ തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? കഴിയുന്നുണ്ട്. ഇവിടെ നോക്കിയേ, കറുത്ത നിറത്തിലുള്ളത് നമ്മുടെ കാക്കയല്ലേ? അതെ, കാക്കയുടെ തൂവലിൻ്റെ നിറമെന്താ? കറുപ്പാണ്. പച്ച നിറത്തിൽ കാണപ്പെടുന്നത് തത്തമ്മയാണ്. തത്തമ്മയുടെ തൂവലിൻ്റെ നിറം പച്ചയല്ലേ? അതെ. ഇനി പ്രാവിൻ്റെ തൂവലിൻ്റെ നിറമോ? വെള്ള നിറമാണ്. അടുത്ത് മരച്ചിലയിലിരിക്കുന്നതാരാ? പരുന്താണ്. പരുന്തിൻ്റേത് ബ്രൗൺ നിറത്തിലാണ് കാണപ്പെടുന്നത്. പൊന്മാനും മയിലിനുമൊക്കെ നീല നിറമാണുള്ളത്. മയിൽപ്പീലി ശേഖരിക്കാനും പുസ്തകത്തിൽ ഒളിപ്പിച്ചു വയ്ക്കാനും ഒത്തിരി ഇഷ്ടമാണല്ലേ? അതെ. കാണാനും നല്ല ഭംഗിയില്ലേ? അതെ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് പക്ഷികളുടെ തൂവലുകൾ ശേഖരിച്ചാലോ? എന്നിട്ട് അവയെ ആൽബമായി ക്രമീകരിക്കാം. നോക്കിയേ, കാക്ക, തത്ത, മയിൽ, പ്രാവ്, പരുന്ത്, മഞ്ഞക്കിളി, ഇവയുടെയൊക്കെ തൂവലുകൾ ഞാനിവിടെ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരും തൂവലുകൾ ശേഖരിച്ച് ഏതാണ് പക്ഷിയെന്ന് കൂട്ടുകാർ കണ്ടെത്തി എഴുതണം കേട്ടോ. എഴുതുമല്ലോ അല്ലേ? അതെ. ഇനി നോക്കിയേ കൂട്ടുകാരെ, ഇതേതാ പക്ഷി? അതെ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴിയാണല്ലേ. കോഴികൾ നമുക്ക് മുട്ട തരാറില്ലേ? തരാറുണ്ട്. മുട്ടയുടെ തോടിൽ വളരെ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് നമുക്ക് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ കോഴിയുടെ മുട്ടത്തോടുകൾ കൂട്ടുകാർ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. കണ്ടോ, മനോഹരമായി അവയിൽ ചായങ്ങൾ തേച്ച് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ കഴിയും കൂട്ടുകാരെ. അത് നമ്മുടെ കൂട്ടുകാർക്ക് സമ്മാനമായി നൽകാം. ഇവിടെ കൂട്ടുകാർ ചെയ്യുന്നത് കണ്ടോ? എന്തൊക്കെയാണ് ചെയ്യുന്നത്? ക്രിസ്മസ് അപ്പാപ്പ, പിന്നെയോ ചെറിയ ചെറിയ ജീവികൾ, മാനുകൾ, അങ്ങനെ തുടങ്ങി പല രീതിയിലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ മുട്ടത്തോട് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. കണ്ടോ? നോക്കിയേ കൂട്ടുകാരെ, ഒരേ വലുപ്പത്തിലുള്ള 4 മുട്ടത്തോടുകൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം അതിൽ ഭാരം കയറ്റി വെച്ചാൽ മുട്ടത്തോടുകൾ പൊട്ടുന്നില്ല. കണ്ടില്ലേ? എന്നാൽ ഒരേ വലിപ്പമല്ലാത്തവ വച്ചാലോ? ഏതിനാണോ വലിപ്പം കുറയുന്നത് ആ ഭാഗം കൊണ്ട് എന്ത് ചെയ്യും? അതെ, പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കൂട്ടുകാർ ആ ഒരു പരീക്ഷണവും ചെയ്തു നോക്കുന്നുണ്ട്. കണ്ടോ? കൂട്ടുകാരും ഇത് ചെയ്തു നോക്കുമല്ലോ അല്ലേ? കൂട്ടുകാരെ, നമ്മൾ തൂവലുകൾ ശേഖരിച്ചില്ലേ? അതുപോലെ നമുക്ക് പക്ഷികളുടെ ചിത്രങ്ങളും ശേഖരിക്കാം. ഇവിടെ നോക്കിയേ, ഒത്തിരി പക്ഷികളുടെ ചിത്രങ്ങൾ ഇവിടെ കാണാമല്ലേ? മൂങ്ങ, പെൻഗ്വിൻ, പിന്നെ കോഴി, തത്ത, പരുന്ത്, മയിൽ, പൊന്മാൻ, നീലക്കിളി, ഇങ്ങനെ തുടങ്ങി ഒത്തിരി പക്ഷികളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കൂട്ടുകാരും ഇതുപോലെ പക്ഷികളുടെ ചിത്രങ്ങൾ വെട്ടി കൂട്ടുകാർ ഒരു ആൽബം തയ്യാറാക്കുക. അവയുടെ നിറവും അവയുടെ പ്രത്യേകതകളും ഒക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കൂട്ടുകാരുടെ 1ാമത്തെ പാഠഭാഗമാണ് പഠിച്ചത്, പറവ പാറി. കൂട്ടുകാർക്ക് പാഠഭാഗം ഇഷ്ടമായോ? നമ്മൾ പഠിച്ച വാക്കുകളും കവിതകളും ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ക്രാഫ്റ്റ് വർക്കുകളോ? ഇഷ്ടമായല്ലേ?
അപ്പോൾ ഇതെല്ലാം കൂട്ടുകാർ നന്നായി പഠിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്